ഫുൾ ടൈം വേണമെന്നൊക്കെ ഒരു സംശയം ഉണ്ടായി. ലീലാമ്മയുടെ പ്രാർത്ഥനയാണ് പിന്നെ നയിച്ചത്. പിന്നെ യേശു ക്രിസ്തുവിനെ കർത്താവ് രക്ഷകനുമായിട്ട് സ്വീകരിക്കാൻ ഇടയായത് മമ്മി പറഞ്ഞു കൊടുത്തോണ്ട് 4, 5, 6 വയസ്സുള്ളപ്പോൾ. അപ്പോ ഈ മക്കള് ഓരോരുത്തരും ഇന്ന് ആയിരിക്കുന്ന നിലയിലാകാൻ ഉള്ള പ്രധാന കാരണം ലീലാമ്മയുടെ പ്രാർത്ഥനയാണ്. ദൈവം ആ പ്രാർത്ഥനകൾക്ക് ആദരിക്കുന്നു. സോഫി ചാടി പോകുന്ന വലിയ സംശയം ഉണ്ടായിരുന്നു. അവളുടെ സ്പോർട്സിന് വലിയ പിടിക്കായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ആയി പോകുമോ എന്നുള്ളൊരു ഭാരം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി വളരെ പ്രാർത്ഥിച്ചു. BA പാസ്സായപ്പോൾ ഞങ്ങളുടെ എല്ലാം സർപ്രൈസായിട്ട് അവൾ സെമിനാരിൽ പോകാനാണ്. എല്ലാം പ്രാർത്ഥനയുടെ ഫലമായിട്ട് ലഭിച്ച ആത്മീയ അനുഗ്രഹങ്ങളാണ്. അതുകൊണ്ട് പുകഴ്ചയ്ക്കായിട്ട് പറയല്ല, നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് ആദരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. PMCയിലെ പ്രവർത്തനങ്ങളൊക്കെയും അവിടുത്തെ ശുശ്രൂഷകളൊക്കെ എപ്പോഴും ഭാഗമാക്കണം. രാവിലെ 9:00 മലയാളം സർവീസ് ഉണ്ട്, വൈകിട്ട് 6 ഇംഗ്ലീഷ് സർവീസ്. ഇത് രണ്ടിലും കഴിവുള്ളിടത്തോടും സംബന്ധിക്കുമായിരുന്നു. പിന്നെ ഈ രോഗക്കിടക്കിലായിരുന്ന കഴിഞ്ഞ 1 മാസത്തിനിടയിൽ എനിക്ക് ദില്ലിയിലൊന്ന് പോകണം, ആരാധനയെ സംബന്ധിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് 6ാം നിലയിലാണ് താമസിക്കുന്ന ഞങ്ങളുടെ റൂം. അതാണ്. അവിടുന്ന് താഴെ ഇറങ്ങി വീൽ ചെയറിലെ ലിഫ്റ്റൊക്കെ ഇറങ്ങി വേണം ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ചാപ്പൽ പോവാൻ. ബിനിയേട്ടനോട് പറഞ്ഞു എനിക്ക് പോകണം. ബിനിയേട്ടൻ ഡോക്ടറോട് സാധാരണയിൽ അങ്ങനെ അനുവദിക്കില്ല. ഡോക്ടറോട് പ്രത്യേക അനുവാദം വാങ്ങിച്ച് വീൽ ചെയറിൽ ഇരുത്തി ലിഫ്റ്റ് താഴെ ഇറങ്ങി അന്നത്തെ ആരാധനയില് വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് സംബന്ധിച്ചു. അതെല്ലാം സംബന്ധിക്കാനായിട്ട് സാധിച്ചു. വളരെ സംതൃപ്തിയുള്ള ഒരു ജീവിതമാണ് നയിച്ചത്. ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു എന്നുള്ളൊരു സംതൃപ്തി ഉണ്ടായി. ഒരു രാത്രിയിൽ ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ടെല്ലാം പറയുന്നു, അവ്യക്തമായിട്ട് അതൊക്കെയോ പറയുന്നു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ വെളുപ്പിനൊരു 3 മണിയായി. ഇങ്ങനെ ഏതാണ്ടൊക്കെ എഴുതുന്നു. ഞാൻ ഡിസ്റ്റർബ് ചെയ്യാൻ പോയതില്ല. രാവിലെ എന്നോട് പറഞ്ഞു, ദൈവം എനിക്ക് 2 വാക്യങ്ങൾ വന്നിരിക്കും. എഴുതുക, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അതേ അവർ തങ്ങളുടെ പ്രയത്നങ്ങൾ വിശ്രമിക്കേണ്ടതാണ്. ഈ രാത്രി ദൈവം എന്നോട് പറഞ്ഞു. എന്നിട്ട് പറയുന്നു, ദാനിയേലേ നീ പോയിക്കൊള്ളുക, നീ വിശ്രമിക്കുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി ലഭിക്കാൻ എഴുന്നേറ്റ് വരും. ഈ 2 വാക്യങ്ങൾ ദൈവം എന്നോട് സംസാരിച്ചു. ഞാനത് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കണ്ട് എഴുതുന്നു, കൈകൊണ്ടിങ്ങനെ എഴുതുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ദാനിയേലിന്റെ വാക്യം എവിടാന്ന് എനിക്കറിയാം, പക്ഷെ മറ്റേത് ഞാൻ ഓർക്കുന്നില്ല. എവിടെ ഞാൻ പറഞ്ഞത് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യമാണ് എന്ന് പറഞ്ഞ് ഞാനത് പാട്ട് വാങ്ങി. അപ്പൊ ദൈവം ഈ ദിവസങ്ങളിലെല്ലാം വാക്യങ്ങൾ കൊടുക്കുകയും മുഴുവൻ സമയവും പാട്ടുകളായിരുന്നു. പഴയ പാട്ടുകളെല്ലാം ഉരുവിട്ടുകൊണ്ടിരിക്കും. പിന്നെ പ്രത്യേകിച്ച് സമയം പോകുന്നത് എനിക്കറിയാം, പക്ഷേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമല്ലോ. പ്രത്യേകിച്ച് ഈ നാടുകളെല്ലാം ലീലാമ്മയുടെ ഒരാഗ്രഹവും പ്രാർത്ഥന. ഈ നാടുകളല്ല, ദൈവമായിട്ട് ബന്ധത്തിലേക്ക് വന്ന സമയം മുതൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ദൈവം നിന്റെ തേജസ് എന്നെ ഒന്ന് കാണിക്കും, ഞാൻ മരിക്കുന്നതിനുണ്ട് നിന്റെ തേജസ് എനിക്കൊന്നതാണ്. അപ്പൊ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു, ഇപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ആ രാത്രിയില് ദൈവം പറഞ്ഞു, എന്റെ തേജസ് ഞാനിപ്പോൾ നിന്നെ കാണിക്കുന്നില്ല. ഈ ഒരു ഭാഗം വായിക്കുക, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലുള്ള കാര്യങ്ങളൊക്കെ വായിക്കുക. അവിടെ തേജസ്സിന്റെ ഏതാണ്ട് ഒരു രൂപം കിട്ടും. പിന്നെ 5-ാം അധ്യായം 4-ാം അധ്യായത്തിലെ ആരാധന, ഇതെല്ലാം വായിക്കാൻ പറ്റും. അപ്പൊ ദൈവം പറഞ്ഞു, തേജസ് ഇപ്പൊ ഞാൻ കാണിച്ചാല് അന്ന് കാണിക്കാൻ പോകുന്നതായ തേജസ് അതിന്റെ ആ മാറ്റ് കുറഞ്ഞു പോകും. അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല. ഇത് വായിച്ചാൽ മതി. ഞാനിനി ഏതാനും ദിവസങ്ങൾക്കകമായി, ഏതാനും നാളുകൾക്കകമായി എന്റെ തേജസ് എന്നെ കാണിക്കാൻ പോകുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച ആ റൂം ക്യാൻസർ ഡിപ്പാർട്ട്മെന്റിലുള്ളതല്ലായിരുന്നു. അവിടെ വലിയ തിരക്കാ, റൂം കിട്ടാൻ വലിയ പ്രയാസം, വളരെ ഭാരപ്പെട്ടു. വിനേശന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലുള്ള സർജറി ഡിപ്പാർട്ട്മെന്റിലുള്ള അവിടുത്തെ ചീഫിനെ കണ്ടിട്ട് ഒരു മുറി ലഭിക്കാൻ ഇടയായി. നല്ലൊരു മുറിയായി. ആ മുറിയിലോട്ട്
ചെന്ന സമയത്ത്, കയറിയ സമയത്ത് ദൈവം പറഞ്ഞു, യു ഹാവ് എ ബെറ്റർ പ്ലേസ് ദാൻ ദിസ് റൂം. അവിടെ കിട്ടാവുന്നതിലേക്കും ഏറ്റവും നല്ല റൂമാണ് കിട്ടിയത്. വളരെ നല്ല ആളുകൾ താമസിക്കുന്നതായിരുന്നു. പക്ഷേ ലീലാമ്മയോട് പറഞ്ഞു, യു ഹാവ് എ ബെറ്റർ പ്ലേസ് ദാൻ ദിസ് റൂം. ഈ മുറിയിലുള്ളതിനേക്കാൾ വലിയ മഹത്തരമായ ഒന്ന് നിനക്ക് തരാൻ പോകുന്നു എന്ന് പറയാം. പ്രിയമുള്ളവരെ, ഇനി വളരെയധികം പറയാനുണ്ട്. ഞാൻ നിർത്തട്ടെ. ഈ നാടുകളിലെല്ലാം പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുക, പഴയ പാട്ടുകളില്ല. അതുകൊണ്ട് ഈ മിഷൻ കിട്ടായ സമയത്ത് തേജസ്സോടെ ഞാൻ കാണും എന്നുള്ളതായ പാട്ട് അവർ വിട്ടുകൊണ്ടിരുന്നു, എപ്പോഴും അത് പാടിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഇത് അമ്മയെ അവസാനം പാടിയതായ പാട്ടിന്റെ ഒരടി, രണ്ടോ അടി ഇപ്പോൾ പാടും. പിന്നെ അവസാനം എങ്ങനെയായിരുന്നു? കഴിഞ്ഞ ചൊവ്വാഴ്ച, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും വളരെയധികം പ്രയാസമായിരുന്നു, ബ്രീത്തിങ് പ്രയാസം ഉണ്ടായിരുന്നു. ഡോക്ടർമാർക്ക് അത് മനസ്സിലായി. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട്, തുടർച്ചയായിട്ട് ഓക്സിജൻ കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ സ്വാന്തനത്തോടുകൂടെ, സന്തോഷത്തോടെ, അല്ലെങ്കിൽ തീവ്രത നഷ്ടപ്പെട്ട് പ്രയാസങ്ങൾ അധികം സാധിക്കാതെ മെഡിക്കലായിട്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തുകൊണ്ട് അന്ന് ചൊവ്വാഴ്ച രാവിലെ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറയാമായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വഷളായി. വൈകിട്ട് 7:30 ഡോക്ടർ വന്നു. ഇപ്പൊ ഞാൻ അതിന് മുമ്പേ നോക്കിയപ്പോൾ കൈയെല്ലാം ഇങ്ങനെ സ്ഥാനത്തിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഈ ഫാൻ ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ടായിരിക്കും, രോഗിയല്ലേ കൈയൊക്കെ തണുത്തത്. ഞാൻ ഫാൻ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഇങ്ങനെ കൈയൊക്കെ തണുത്തിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഫാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടെല്ലാം പരിശോധിച്ചതിന് ശേഷം എന്നെ വിളിച്ചിട്ട് പുറത്തിറങ്ങി പറഞ്ഞു, അത് ഫാനിന്റെ കൊണ്ടൊന്നുമല്ല, ഓൺലി എ ഫ്യൂ അവേഴ്സ്, 2-3 മണിക്കൂർ മാത്രമേ ഇനിയും കാണത്തുള്ളൂ. ആ സ്ഥിതിയിലായി. അതുകൊണ്ട് അറിയിക്കാനുള്ളവരെല്ലാം അറിയിച്ചുള്ളതാണ്. അന്നേരമാണ് ചിലരെയൊക്കെ അറിയിച്ചത്. പ്രത്യേകിച്ചും പിന്നെ ഞാൻ ഉടനെ വിളിച്ചു. പിന്നെ ഉടനെ വന്നു. ക്യാപ്റ്റൻസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരെ, മറ്റ് ഡിപ്പാർട്ട്മെന്റിലുള്ളവരെയൊക്കെ ഫോൺ ചെയ്യുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തു. അങ്ങനെ ഞാൻ ചൊവ്വാഴ്ച രാത്രി ഒരു 8 മണി മുതൽ 8:30 മണി മുതൽ ചാപ്ലിൻസ് എല്ലാവരും കൂടെ അവിടെ കൂടിയിരുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന പലരുണ്ടായിരുന്നു. ഡോക്ടേഴ്സ് ഉണ്ടായ കൂട്ടത്തില് കട്ടലിന്റെ ചുറ്റും ഞങ്ങൾ നിന്ന് പാടുകയും വേദവാക്യങ്ങൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഓരോരുത്തരായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ 1.5 മണിക്കൂർ പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ആണ് കണ്ണ് അടച്ചത്. അപ്പൊ ആ പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ, ഒരു ആത്മീയ അന്തരീക്ഷത്തിലാണ് ദൈവസന്നിധിയിലേക്ക് കയറുന്നത്. അതിന് മുമ്പ് പലപ്പോഴും ദൈവത്തോട് പറയും, ദൈവമേ, ഈ കൊച്ചുപിള്ളാര അമ്മയോട് അപ്പനോട് പറയുന്നു, ദൈവമേ, ഞാനിവിടെ റെഡിയായിരിക്കാം, എന്താ നീ റെഡിയാകാം? ഞാനിവിടെ റെഡിയായി എത്രയോ ദിവസങ്ങളായിട്ട് റെഡിയായിരിക്കുന്നു, സ്വർഗത്തിൽ എന്താ റെഡിയാക്കാതെ? എനിക്കിത് മനസ്സിലാക്കുന്നു. ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെയാണ് ദിവസവും പറഞ്ഞു. പ്രിയമുള്ളവരെ, വളരെ പ്രിപ്പയർഡായിട്ട്, തയ്യാറെടുപ്പോടുകൂടെ, യാതൊരു പ്രയാസവും കൂടാതെ ചെയ്യേണ്ടതെല്ലാം ചെയ്യേണ്ട വേല മുഴുവൻ തിരക്കിട്ട്, അതിൻ്റെ ഇടയ്ക്ക് എന്നോട് പറഞ്ഞു, ദൈവം എനിക്ക് 4 മക്കളെ തന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, നീ തന്ന മക്കളാണ്, അവരെ നിന്റെ സമയത്ത് തിരിച്ചേൽപ്പിക്കാനുള്ള കൃപ എനിക്ക് തന്നു. അത് സാധിച്ചു. അങ്ങനെ ഫുള്ളി സാറ്റിസ്ഫൈഡ്, ചെയ്യേണ്ടതെല്ലാം ചെയ്ത് വളരെ സംതൃപ്തിയോടുകൂടെ എപ്പോഴെന്നെ വിളിച്ചാലും പോകാൻ ഞാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ ഈ വേദനയുടെയും പ്രയാസത്തിന്റെയും നടുവിൽ പാട്ടുകൾ പാടിക്കൊണ്ട് സന്തോഷിച്ച് കൂട്ടായ്മ നൽകി കൂട്ടായ്മയുടെ അന്തരീക്ഷത്തിൽ ജീവിക്കായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾ പലർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ധന്യമായ ജീവിതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഇനി ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയൊക്കെ സഹായിക്കട്ടെ. ഞാൻ ഇന്ന് ഇങ്ങനെ നിന്ന് ഇത്രയും പറയാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും വിചാരിക്കും. ആരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെല്ലാം അതുകൊണ്ടാണ് സാധിച്ചത്. അന്നേരം ഞാൻ പൊട്ടിപ്പോയി. തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം ഈ പലതും പറയാനുണ്ട്, സമയക്കുറവുണ്ട്, ഞാൻ മനസ്സിലാണ്. TMCയിലെ കഴിഞ്ഞ മരിച്ച സമയത്ത് തന്നെ അവിടുത്തെ ഡയറക്ടർ മുതൽ
താഴെയുള്ള എല്ലാവരും വന്നു. മുമ്പും പലപ്പോഴും വന്നവർ വലിയ വലിയ ആളുകൾ എപ്പോഴും വരുമാനം ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഹെഡ് അല്ലെങ്കിൽ മെഡിക്കൽ സൂപ്രണ്ട് ഇവരൊക്കെ എപ്പോഴും വരുമാനം അപ്പോൾ ഒന്ന് അവർ സഹായിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങളിങ്ങോട്ട് ഈ ഫ്യൂണറലിന് വരുന്നതിന് മുമ്പ് അവിടെ തന്നെ ഒരു താങ്ക് ഗിവിംഗ് സർവീസ് എന്നാണ് അവർ പറയുന്നത്. അത് നടത്താനായിട്ട് അവര് ഇൻസ്റ്റഡേതായിട്ട് നടത്താനായിട്ട് അവർ തീരുമാനിച്ചു. സാധാരണ രീതിയിൽ അവിടെ ഇങ്ങനെയുള്ള മീറ്റിംഗ് നടത്തുന്നത് അവിടുത്തെ ഡയറക്ടറോ അല്ലെങ്കിൽ വലിയ ആളുകളൊക്കെ മരിക്കുന്ന സമയത്ത് മാത്രമേ ചെയ്യാവൂ. കാരണം അവിടെ 7000-ൽ ചെല്ലുവാൻ ആളുകളെ ജോലി ചെയ്യുന്നു. ഈ ഓരോരുത്തരും മരിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റുമോ? അപ്പം ഇലാമയുടെ കാര്യത്തിൽ അവിടെ ഒരു സർവീസ് നടത്തി. എന്നിട്ട് ആ സമയത്ത് പ്രസംഗിച്ച ഒരു ഡോക്ടർ പ്രകാരം പറഞ്ഞു, ഷീ സ്മൈൽഡ് അറ്റ് ക്യാൻസർ. പുഞ്ചിരിയോടുകൂടിയാണ് ഈ ക്യാൻസറിനെ ലീലാമ്മ അഭികരിച്ചതെന്ന് പറഞ്ഞു. പിന്നെ പലരും പ്രസംഗിച്ചു, പ്രിയമുള്ളവരെ, സാധാരണ കിട്ടാത്തതായ വലിയ VIP ട്രീറ്റ്മെന്റ്, VIP ആയിട്ടുള്ള വലിയ സഹായങ്ങളാണ് കിട്ടുന്നത്. ഈ രോഗം വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ മകൻ ഫിനിയാസിനെ അവിടെ അയച്ചു. അതുകൊണ്ട് വളരെയധികം സൗകര്യങ്ങളാണ്. താമസിക്കാനൊരു സ്ഥലം ഉണ്ടാകും, കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ദൈവം ചെയ്തതിന് ശേഷമാണ് ഈ രോഗം വന്നത്. അതിന്റെ നടുവിൽ കൂടെ, സാക്ഷ്യത്തിൽ കൂടെ, എഴുതിയതിൽ കൂടെ, അനേകരോട് പറഞ്ഞതിൽ കൂടെ ഒക്കെ അനേകർക്ക് പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഓർത്ത് ദിവസം സ്തുതിക്കുന്നു. നമുക്ക് ഒരു ദിവസം ലീലാമ്മയെ കാണാം, ആ പ്രത്യാശയോടെ ജീവിക്കാം. നമുക്ക് ചെയ്യാനുള്ള ശുശ്രൂഷ നടപടിയായി അഭ്യർത്ഥിപ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി തുടർന്നും പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിച്ചുകൊണ്ട് വാക്ക് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ പ്രിയ ലീലാമ്മ കൊച്ചമ്മയുടെ ധന്യമായ ജീവിതത്തിൽ ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ നടത്തിപ്പ് എത്രയധികമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകത്തക്ക നിലയിൽ തിരുമേനി അത് ഞങ്ങളോടെല്ലാം പറഞ്ഞത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചാണ് നമ്മുടെ മഹത്തിൽ നിന്ന് പോയിരിക്കുന്നത്. കർത്താവിന്റെ ഭാഗ്യസന്നിധിയെ നമുക്കെല്ലാം കാണാമെന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള പ്രത്യാശയാണ്. എല്ലാവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന ബിഷപ്പന്മാർക്കും ഒക്കെ എന്തെങ്കിലും പറഞ്ഞാൽ കൊള്ളാമെന്ന്, പക്ഷെ സമയമില്ല, അപ്പോൾ ഞാനും പറയുന്നില്ല. നോർത്ത് അമേരിക്കയിലെ എല്ലാ ഇടവുകളുടെയും, നോർത്ത് അമേരിക്കൻ ഡയസിന്റെ എല്ലാ ഇടവുകളുടെയും പ്രതിനിധീകരിച്ചുള്ള അനുശോചനം, അതുപോലെ പ്രത്യേക ബർഗൻസിയിൽ ഇടവുകൾക്ക് വേണ്ടി സെക്രട്ടറി മാത്യു സി പോൾ അനുശോചനം അറിയിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള അനുശോചനം അറിയിക്കുന്നു. ഗൾഫ് സിംഗപ്പൂർ ഡയസിനെ പ്രതിനിധീകരിച്ചുള്ള അനുശോചനം അറിയിക്കുന്നു. ഷാർജ ഇടവക വികാരി ആൽബർട്ട് അച്ഛൻ അവരുടെ അനുശോചനം അറിയിക്കണമെന്ന് അറിയിച്ചിട്ട് ആ അനുശോചനങ്ങൾ അറിയിക്കുന്നു. നമ്മൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഈ അവസരത്തിൽ തിരുമേനിയുടെയും കൊച്ചമ്മയുടെയും മക്കൾ ഈ സഭയ്ക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. സിനിയച്ചനും ജനിക്കും, ഗ്രേസിനും സാബുവിനും, അതുപോലെ എബിക്കും മേബലിനും, സോഫിക്കും, ഷൈനച്ചനും അവരുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വെല്ലുമച്ചയെ അമ്മയെ ദൈവം നൽകിയെന്നോ ഞങ്ങൾ ദൈവത്തിൽ സ്തുതിക്കുന്നു. നിങ്ങളോട് എല്ലാവരോടുമുള്ള ഞങ്ങളുടെ എല്ലാവരുടെയും പേരുള്ള അനുശോചന ഈ അവസരത്തിൽ അറിയിക്കുന്നു. നിങ്ങൾ പാടാനിരുന്ന പാട്ട് എഴുന്നേറ്റ് നമുക്ക് ഒരുമിച്ച് പാടി ശുശ്രൂഷ ആരംഭിക്കുകയാണ്. തിരുമേനിയുടെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ പാടാനുള്ള ഒരു പാട്ട് പാടുകയും അതിനുശേഷം ഈ ശുശ്രൂഷയോടെ ആരംഭിക്കുകയും ചെയ്യും. Need
അഗ്നിയായി പാഴലോടു കൂടെ വാഴുമേ സംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സന്നദ്ധരായി നേടുന്നേ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ സുഖവസനായ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് കുടുംബമായി ലഭിച്ച എല്ലാ സ്നേഹത്തിനായും കരുതലിനായും ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളോടെല്ലാവരോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയണം ഉദ്ദേശിച്ചതാണ്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഒരു വാക്കിൽ പറയുകയാണ്. പ്രത്യേകിച്ച് ഇത് ഞങ്ങളുടെ സ്വന്തം ഇടവകയാണ്. ഇടവകയിലെ വികാരി അച്ഛനായിരിക്കുന്ന എബ്രഹാം ചാക്കോച്ചൻ 2-3 ദിവസങ്ങളായി ഇതിനുവേണ്ടി വളരെ ബുദ്ധിമുട്ടുകളാണ്. ഈ ഇടവ അംഗമായിരിക്കുന്ന കുര്യൻ സാം അച്ഛൻ ഇന്നലെ ഉറങ്ങി കാണത്തില്ല എന്നെനിക്കറിയാം. ചില ദിവസങ്ങളായി ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഓടി നടക്കാറുണ്ട്. അതുപോലെ ഇടവകയുടെ സ്ഥാനത്ത് അതുകൊണ്ട് അനേകരുണ്ട്. ഞാൻ ഓരോരുത്തരുടെ പേര് പറഞ്ഞാൽ നിൽക്കത്തില്ല. അവിടെ പേരുള്ളവരെ സഭയായി, ഇടവുകളായി, സെന്ററായി, കൂട്ടായ്മയായി, ക്രിസ്ത്യാന്മാർ, അച്ഛന്മാര്, സഭാജനങ്ങൾ എല്ലാവരും, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുള്ള എല്ലാവരും നൽകിയ പ്രാർത്ഥന സഹായത്തിനായി, മറ്റു സഹായത്തിനായി, കൂട്ടായ്മയ്ക്കായി എല്ലാവരുള്ള പ്രത്യേക ഒരു വാക്കിൽ അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ നന്ദിയായിട്ട് സ്വീകരിക്കണമെന്നുള്ള അറിയിക്കുകയും തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് മൃതശരീരത്തിന്റെ അടുത്തിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അവിടെ ഇരിക്കാം. ആർക്കെങ്കിലും എഴുന്നേറ്റ് എന്ന് ശുശ്രൂഷയിൽ പങ്കുചേരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്കും ഇരിക്കാം. ബാക്കിയുള്ളവരെ ആദരപൂർവ്വം എഴുന്നേറ്റിരുന്ന് ശുശ്രൂഷയിൽ പങ്കുചേരാം. ഈ പാട്ടിന്റെ ലാസ്റ്റ് സ്ഥാനത്ത് പാടി നമ്മൾ ശുശ്രൂഷ ആരംഭിക്കുക. മനസ്സിലുള്ള പിതാവും സർവ്വയാശ്വാസത്തിന്റെ പ്രതിസ്ഥാനവുമായ ദൈവമേ, മരണത്തിന് വിധേയനായി തീർന്ന മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഒഴിച്ച് രക്ഷിപ്പാൻ സ്വപുത്രനെ ഞങ്ങൾക്ക് വേണ്ടി മനസ്സിനെ ഏൽപ്പിച്ചു തന്ന അങ്ങയുടെ മനുഷ്യ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സ്വന്തം മരണത്താൽ മരണത്തിന്റെ ശക്തിയെ തകർക്കുകയും പാതാളത്തിന്റെ ഭയങ്കരത്വത്തെ മാറ്റിക്കളയുകയും ചെയ്ത ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ അങ്ങയെ വാഴ്ത്തിപ്പുകഴ്ത്തുന്നു. അവരുടെ വേദനത്തിനാൽ ഞങ്ങൾക്ക് നിത്യജീവന്റെ പ്രത്യാശ നൽകിയിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങയുടെ വിജയത്തിന് ഞങ്ങളെ വാഴ്ചകളും നിൽസ്ഥാനത്തിന് ഞങ്ങളെ പങ്കാളിമാക്കിയിരിക്കാൻ ലോകത്തിന് കൊടുക്കുവാനോ എടുക്കുവാനോ കഴിയാത്ത ദിവ്യ സമാധാനം കൊണ്ട് സകല ബുദ്ധിയെയും കഴിയുന്ന ദൈവ സമാധാനം കൊണ്ട് തന്നെ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. പ്രത്യേകമായി സങ്കടത്തിലിരിക്കുന്ന പ്രിയ തിരുമേനിയുടെ കുടുംബത്തിലുള്ള ഏവരെയും
സ്വർഗീയമായ പ്രത്യാശയോട് ധൈര്യപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. നിരാശയോ വിശ്വാസവും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. കർത്താവേ, ദുഃഖത്തിലും ഞെരുക്കത്തിലും ഇരിക്കുന്ന ഏവരെയും ഞങ്ങൾ ഓർക്കുന്നു. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കോട് ഏറ്റവും നല്ല സഹായകനാകുന്നുവല്ലോ. അങ്ങയുടെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുവാനും തിരുവചനത്തെ മുറുകെ പിടിച്ചുകൊള്ളുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ. അവിടുത്തെ വിശുദ്ധ സഭയിലെ അംഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധന്മാർക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്ന ഭാഗ്യാവസ്ഥയോ ഞങ്ങൾ ആനന്ദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ രണ്ടാമത്തെ വരവിന്റെ മഹത്വത്തോടുകൂടെ അവിടുന്ന് പ്രത്യക്ഷനാകുകയും ഭൂദിനത്തെ നീതിയായി ന്യായം വിധിക്കുകയും ഓരോരുത്തരും ഓരോരോ പ്രവർത്തിക്കുന്നതോളം പകരം നൽകുകയും ചെയ്യുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞാടുകളോടുകൂടി അങ്ങയുടെ വസ്തുവാക്കുന്നതിന് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, സ്തുതിയും സ്തോത്രവും എല്ലായ്പ്പോഴും അങ്ങേക്ക് സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പ്രകാശിക്കാതെ വണ്ണം മാഞ്ഞു പോകുന്നു. സൃഷ്ടാവിന്റെ കൽപ്പന ലോകം അവസാനിപ്പിക്കലേക്ക് അടുക്കുന്നു. ഇടക്കത്തോടുകൂടെ തുറക്കപ്പെടുന്നു. അവരുടെ മരിച്ചവർ നീതിയും സത്യമുള്ളതും തെറ്റിപ്പോമാത്രമായ ന്യായവിധി അവരുടെ പ്രതിഫലം പ്രാപിക്കുവാൻ ന്യായസ്ഥലത്തെ ഒരുങ്ങി ചെല്ലുകയും ചെയ്യുന്നു. കാരുണ്യവാനായ കർത്താവേ, കൃപ നിറഞ്ഞ ദൈവമേ, ഈ സമയത്ത് വിലപിച്ചും ദുഃഖിച്ചു നിൽക്കുന്ന ഞങ്ങളെ എല്ലാവരെയും ആശ്വസിപ്പിച്ച് പരിപാടികളുടെ നടപടികളിലും വിശുദ്ധ പാതകളിലും നടത്തി ശക്തീകരിക്കണമേ. ഈ ലോകത്തിൽ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അവിടുത്തെ കൃപയുടെ ചെറിയൻ കീഴിൽ ഞങ്ങളെ മറിച്ച് ദുഃഖവും അതിവേദനയില്ലാത്ത സന്തോഷങ്ങളുടെ വാസസ്ഥലമായ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ അടുപ്പിക്കണമേ. കർത്താവേ, നിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ലജിക്കാത്ത മുഖത്തോടുകൂടെ നിന്നെ എതിരേൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സ്തുതിയും സ്തോത്രവും കരേറ്റുവാനായിട്ട് തന്നെ. മനസ്സിലുള്ള സന്നിധിയിൽ പാപമോചനവും നിന്റെ അടുക്കലേറെ വീണ്ടെടുപ്പുള്ളതിനാൽ അറിഞ്ഞറിയാതെയും മനസ്സോടാതെയും ഞങ്ങൾ ചെയ്ത പോയ സകലങ്ങളും പാപങ്ങൾ ഞങ്ങളുടെ പിതാവിനെ പോലെ പരിഹരിച്ച് ക്ഷമിക്കണമേ. നീ ഞങ്ങളെ വിളിപ്പാൻ ഇഷ്ടപ്പെടുമ്പോൾ നിന്റെ അനുഗ്രഹങ്ങൾ പോലത്തിന് കൈക്കൊള്ളപ്പെടുന്നതോടെ യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഒരുക്കമുള്ളവരാക്കണമേ. നിന്റെ മനുഷ്യ സ്നേഹത്തിന് തുടർന്നും ഇവിടെയുള്ള ജീവിതത്തിൽ ഞങ്ങൾ സ്തുതി പാടുകയും ചെയ്യുവാനാകണമേ.